നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ പുരോഗതിക്ക് കഴിഞ്ഞ 12 വർഷമായി നൽകിയ വികസന മുന്നേറ്റങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ വികസന സെമിനാറുകളും പ്രചരണ പരിപാടികളും നടത്തുമെന്ന് ബിജെപി ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു. ലഘുലേഖ വിതരണം, പ്രദർശനങ്ങൾ തുടങ്ങിയ വിവിധ പരിപാടികൾ നടത്തും. ദേശീയപാതാ വികസനം, ജലജീവൻ പദ്ധതി, കർഷകർക്കുള്ള പിന്തുണ, ഗ്യാസ് പൈപ്പ് ലൈൻ, ജനൌഷധി കേന്ദ്രങ്ങൾ, ജെൻഡർ അക്കൌണ്ടുകൾ, റെയിൽവേ വൈദ്യുതീകരണം, മിനിമം താങ്ങുവില നടപ്പാക്കൽ തുടങ്ങിയവയിൽ മുൻ UPA സർക്കാർ നൽകിയതിന്റെ ഇരട്ടിയിലധികം സഹായങ്ങളാണ് കേരളത്തിന് നൽകിയത്. ജില്ലയിൽ വന്ദേ ഭാരത് ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കുന്ന വിഷയത്തിൽ ഇടപെടുമെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് V. ഉണ്ണികൃഷ്ണൻ, സെൻട്രൽ ജില്ലാ പ്രസിഡന്റുമാരായ P. സുബ്രഹ്മണ്യൻ, K. രാമചന്ദ്രൻ എന്നിവർ അറിയിച്ചു. ജില്ലാ വിഭജനം എന്നത് സംസ്ഥാനതല പോളിസി മാറ്റണമെന്നും അതിൽ ജില്ലാ ഭാരവാഹികൾ പ്രതികരിക്കുന്നില്ലെന്നും ഭാരവാഹികൾ അറിയിച്ചു. എല്ലാ ജില്ലകളിലും പുനഃവിഭജനം നടത്തണമെന്നതാണ് നിലപാട്. ജില്ല വിഭജിക്കണമെന്ന് പറയുന്നതിന് പിന്നാലെ പശ്ചാത്തലം പരിശോധിക്കണം. വികസനം ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞാണോ വിഭജനമെങ്കിൽ ജില്ല രൂപീകരിച്ചതു മുതൽ ഇത്രയും കാലം ഭരിച്ചത് UDFും LDFുമാണ്. ഇവർക്ക് വികസനം കൊണ്ടുവരാൻ ആയില്ലെന്നതിന്റെ പരാജയം സമ്മതിക്കണം. വികസനത്തിന്റെ പേരിൽ വിഭജനം ആവശ്യപ്പെടുന്നവർ എന്തുകൊണ്ട് ലോക്സഭാ വികസനത്തെ എതിർക്കുന്നതെന്നും വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.